ഓക്കെ, ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടി ഒരു ചെറിയ ബൈറ്റ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിവിൻ പോളി കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയതായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിർണായകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ സത്യമില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അവർ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ കാര്യങ്ങൾ വ്യക്തമാവും. എന്തായാലും അതൊക്കെ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. എന്താണ് സത്യം എന്ന് നമുക്ക് ഒന്നും കൂടി പരിശോധിക്കണം, നല്ലതാണ്. ഞാനൊരു ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിനാണ് ഇവരെല്ലാം പറയണത്. അപ്പോൾ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ്, അവരത് കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഉറക്കപ്പിച്ചിൽ വിളിച്ചു പറയേണ്ട ഒരു കാര്യമല്ല. ഒരു സ്ത്രീയുടെ മാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളല്ലേ. അപ്പോ ഒരു സ്ത്രീയെ 5 പേര് ബലാത്സംഗം ചെയ്തത് സ്വപ്നത്തെ പോലും ഞെട്ടി ഉണർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാവും അല്ലെ, വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഉറക്കപ്പിച്ചിൽ ഞാൻ അറിയാണ്ട് ഒരു ഡേറ്റ് പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ആ ഡേറ്റിനെ പിന്തള്ളിക്കൊണ്ടാണ് എല്ലാവരും പറയുന്നത് നിവിൻ പോളി 14, 15, 16 ദിവസങ്ങളിൽ കേരളത്തിലുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ് നിവിൻ പോളി ഗൾഫിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കറിയില്ല. അപ്പോൾ ഈ ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് നിവിൻ പോളി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ട്, പിന്നെ ഈ ഒരു സ്ത്രീ എനിക്ക് പരിചയമില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതേ ആർജവത്തോട് കൂടിയിട്ടാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നമുക്ക് പരിശോധിക്കണം. പിന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ ഇവർ വേറൊരാളുടെ പേര് പറയുന്നുണ്ട്, AK സുനിൽ എന്ന് പറയുന്ന സിനിമയിലെ പ്രൊഡ്യൂസറുടെ പേര്. ആ പേര് ജസ്റ്റ് ആ വാർത്തകളിലൂടെ വന്നു പോകുന്നു, മിന്നിപ്പോകുന്നു എന്നല്ലാതെ എവിടെയും അത് കാണിക്കുന്നില്ല. പേരൊന്ന് കാണിക്കുക, അവരുടെ മുഖം ഒന്ന് കാണിക്കുക, ജനങ്ങളൊന്ന് അറിയട്ടെ. ഇത് നിവിൻ പോളിയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, ഇവർ എത്ര തവണ അയാളുടെ പേര് പരാമർശിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ എന്നൊന്ന്. കാരണം കേസിനെ പറ്റി ഒന്നും പറയുന്നുമില്ല. സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിലിരിക്കുകയാണ്, പുള്ളി വന്നിട്ടില്ല. ഊന്നുകളിൽ വന്ന ഒരു സുനിലിന്റെ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പൊ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ കണ്ടില്ലേ, സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വക്കീലോടെ വന്നു പോയി, അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിവിൻ പോളി മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. ഈ AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യനെ ആരും കണ്ടിട്ടില്ല. ഞാനിപ്പോ ഫോട്ടോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് കുറച്ച് ആളുകളെങ്കിലും കാണുന്നത്. ന്യൂസ് ചാനലിൽ പോലും കാണിക്കുന്നില്ല. നിവിൻ പോളിയുടെ പേരുണ്ടെങ്കിലേ അവർക്ക് വിറ്റ് കാശാക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് അത് മാത്രം കാണിക്കുക. ഇര എന്ന് പറയുന്നത് ഇപ്പോൾ ഇവര് തന്നെയാണ് അല്ലെ. നിവിൻ പോളി 6ാം പ്രതിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നിവിൻ പോളി അത് തെളിയിക്കണം. ഇപ്പോഴും നമ്മളെ കാര്യത്തിൽ എന്താ വെച്ചാൽ 14, 15, 16 തീയതികളിൽ കേരളത്തിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യം വെച്ച് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ദിവസമാണ് ഇവർ മിസ്റ്റേക്കായി നിങ്ങൾ കരുതുന്നത് എങ്കിൽ അതിനൊരു മാറ്റമുണ്ട് എന്ന് പറയുന്നു. അത് പിന്നീട് മാറ്റിയതാണോ, ഈ മൊഴിയിലുള്ളതാണോ, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ കൊടുത്ത മൊഴിയിൽ എന്താണ്, അവർ റിട്ടേൺ കംപ്ലൈന്റിൽ എന്താണ് കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. നമുക്കത് വിവരാവകാശ പ്രകാരം കിട്ടാനുള്ള സമയമായിട്ടില്ല, അത് കോടതിയിൽ എത്തിയാലേ കിട്ടുള്ളൂ. അപ്പൊ അവർ കൃത്യമായി നല്ല ആർജവത്തോടു കൂടി പറയുന്ന ഈ ഒരു വാക്ക് അതൊന്ന് കേട്ടെ. ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, കണ്ടില്ലേ, 2 പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 പേരുടെയും പാസ്പോർട്ടിലെ ഡേറ്റ് കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ പോലീസുകാർ അത് കണ്ടെത്തിയാൽ കൃത്യമായി പറയും. അപ്പോ നമ്മൾ വിചാരിക്കുന്ന 14, 15, 16 തീയതി അല്ലാത്ത മറ്റു തീയതിയിൽ നിവിൻ പോളി അവിടെ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം പറയുന്ന വാക്കാണ് നമ്മൾ കേൾക്കുന്നത്. അത് മാത്രമല്ല വിത്ത് എവിഡൻസ് നമുക്ക് കിട്ടി അത്ര ദിവസങ്ങളിൽ ഇവിടെ ഷൂട്ടിനുണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷവും മുന്നേ പിന്നെയൊക്കെ പോയിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഉറച്ച നിലപാട് എടുത്തുകൊണ്ട് തന്നെ പറയുന്നത് ഈ ഒരു സ്ത്രീയെ എനിക്കറിയില്ല എന്നുള്ള കാര്യം തന്നെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിവിൻ പോളി പറയുന്നത് ശരിയാണ് നമ്മൾ വാദിക്കുന്നത്. കൂടാതെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഈ സ്ത്രീയുടെ വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ രീതിയിൽ അന്തരം വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് എന്ത്, ഇവർക്ക് സംസാരിച്ച് അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത്. ഓക്കെ, അതെന്തോ ആട്ടെ. അപ്പോ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതുപോലെ തന്നെ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും അത് ഭയങ്കര രീതിയിൽ അവരെ ഹണ്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉറക്കം തൂങ്ങി പറഞ്ഞു എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ഫോണൊക്കെ അവർ മേടിച്ചെടുത്തിട്ടുണ്ട്, റെക്കോർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് കൊടുത്തു, അവരുടെ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഗൂഢാലോചന ഉണ്ടെന്ന് അവർ പറയുന്നത്, അതായത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത അവർ കാണുന്നു എന്ന് പറയുന്നു. എന്താ അറിയില്ല. എന്തായാലും നിവിൻ പോളിയെ ഞാൻ അങ്ങ് മാറ്റി നിർത്തുകയാണേ.
ഇനി AK സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ അയാള് എന്താണ്, ആരാണ്, ഏതാണ്, അതാരും പരിശോധിച്ചു പോലും നോക്കുന്നില്ല. അതിലേക്കാണ് നമ്മൾ അതിശക്തമായിട്ട് കടക്കാൻ പോകുന്നത്. അവർ ഇന്നലെ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അവരുടെ ഈ സംസാരത്തിൽ നുണയുണ്ടോ അല്ലെങ്കിൽ പതർച്ചയുണ്ടോ എന്ന് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല. നമ്മൾ അങ്ങനെയാണല്ലോ ആളുകളെ വിധി എഴുതുന്നത്. പലപ്പോഴും അങ്ങനെ കേട്ടു, അതുകൊണ്ടാണ്. ഒന്ന് കേൾക്കാം. ദുബായിൽ വെച്ചാണ് ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് ശ്രേയ എന്നാണ്. അപ്പോൾ പുള്ളിക്കാരി നോർമൽ എനിക്ക് പുറത്തോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഇതൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവർ അവരൊരു ഫ്രണ്ട് ഏജന്റാണ്. അപ്പോൾ യൂറോപ്പിലോട്ട് പോകാനായിട്ട് കെയർ ഗിവർ വിസ സംഘടിപ്പിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു 3 ലക്ഷം രൂപ പുള്ളിക്കാരിയുടെ കൊടുത്തിരുന്നു. ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ ചോദിക്കാൻ എന്തായി റെഡിയാകും ചോദിച്ചപ്പോൾ അത് ഉഴപ്പി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞത് ഒരു പ്രൊഡ്യൂസറെ ഞാൻ പരിചയപ്പെടുത്തി തരാം, സിനിമയിൽ ഒരു ചാൻസ് വാങ്ങി തരാം എന്നും പറഞ്ഞ് AK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരികയുണ്ടായി. 3 ലക്ഷം രൂപ അബ്രോഡ്, അവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം ഉള്ളത് കൊണ്ട് ശ്രേയ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നു, അവരുടെ കയ്യിൽ കൊടുക്കുന്നു. ഗൾഫിലെ സ്വാഭാവികമായിട്ട് ഗൾഫിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇഷ്ടം പോലെ നടക്കാറുണ്ട്. അങ്ങനെ ആ ഒരു പണം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഒരു ഒഴിവുകേട് എന്ന രീതിയിലാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വേണോ, AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെയുണ്ട്, നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ AK സുനിൽ എന്ന പേര് രണ്ടാമത് അവിടെ പൊന്തി നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പൊ ആരും ചർച്ച ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പരിശോധിക്കുന്നത്. അത് കഴിഞ്ഞ് നടന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേ. ഈ ഒരു സംഭവം നടക്കുന്നത് നവംബർ മാസത്തിലാണല്ലേ ഈ പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അന്നാണ് പ്രൊഡ്യൂസറിനെ കാണുന്നത്. അന്ന് എന്താ സംഭവിച്ചത്? പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്തു, പിന്നീട് അദ്ദേഹം എന്താ പറഞ്ഞു? അദ്ദേഹം ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തു? അതെ, അന്ന് തന്നെ അദ്ദേഹം ഉപദ്രവിച്ചു. ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഉപദ്രവിക്കുകയും ആ ഉപദ്രവിച്ചത് ഞാൻ എതിർക്കുകയും ചെയ്തു. എതിർക്കുന്നത് ചെയ്തപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്ന് പുള്ളിയുടെ വൈഫ് സംസാരിക്കുകയും ഞാൻ ആ ഫോൺ തട്ടിപ്പറിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർ വൈഫ് കുറേ പ്രശ്നം ഉണ്ടാക്കി. അവർ എന്തോ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു എന്നാണ് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ പ്രശ്നം ആദ്യം ഉണ്ടായത്. ഓക്കെ, ആ ദിവസം AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഫോണിലേക്ക് കോള് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കോള് അവരുടെ ഭാര്യയായിരുന്നു. ഭാര്യ ഈ ഒരു വിഷയം കേട്ട് ഇവര് തട്ടിപ്പറച്ച് എന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നാവും പറഞ്ഞിട്ടുണ്ടാവുക. അത് കേട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, അയാൾ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചെയ്യണ്ടേ, അത് അന്വേഷിക്കണ്ടേ? നവംബർ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, നവംബർ മാസത്തിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. അപ്പൊ AK സുനിൽ എന്ന് പറയുന്ന ആള് ഗൾഫിൽ ഉണ്ടായിരുന്നു, കണ്ടെത്തണം. അതുകൂടാതെ തന്നെ ഇയാൾ ഇത് ചെയ്യാൻ ശ്രമിച്ചപ്പോ ഭാര്യ വിളിച്ചു, ഭാര്യയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതറിയാം. മൊബൈൽ ഫോൺ പരിശോധിക്കുകയാണെങ്കിൽ കോൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ അത് പൊക്കാൻ കഴിയും. അപ്പൊ AK സുനിലിന് മുങ്ങാനൊന്നും കഴിയില്ല. അദ്ദേഹം ഇതിൽ പെട്ടിട്ട് ഇൻവോൾവ് ആണെങ്കിൽ ഇവർ കെട്ടിച്ചമച്ച കഥയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിലും അതിന് തെളിവുണ്ടാവുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ നിന്നാണ് നമ്മളോടുള്ള ഈ പ്രതികാരത്തിനുള്ള ഒരു വൈരാഗ്യം സ്റ്റാർട്ട് ചെയ്തത്. ശരി, അന്ന് ഉപദ്രവിച്ചു, അതിനുശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഇത് നാട്ടില് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യോ മറ്റോ? ഇല്ല, ഞാൻ ആരോടും ഷെയർ ചെയ്തില്ലായിരുന്നു. അന്ന് ഈ ശ്രേയ എന്ന് പറയുന്ന പുള്ളിക്കാരോട് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അതായത് അതൊരു പുറത്ത് പറയാൻ ഒരു പീഡനമെന്ന് പറയാൻ പറ്റില്ല, അതിനും അപ്പുറമായിരുന്നു. പുള്ളി എന്തൊക്കെയോ കഴിച്ച് കുടിച്ചിട്ട് നമ്മളെ അതുപോലെയാണ് ഉപദ്രവിച്ചത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലേക്ക് വീണ്ടും വരുന്നു. ഒരു സ്ത്രീയുടെ മാനം വേറൊരു പുരുഷൻ നമ്മൾ അനുവാദമില്ലാതെ തകർക്കുമ്പോ, കടന്നു പിടിക്കുമ്പോ, ലൈംഗികമായി ചൂഷണം ചെയ്യുമ്പോ അത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളോടെങ്കിലും പറയണ്ടേ? സ്വന്തം ഭർത്താവിനോട് ആദ്യ സംഭവം പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഇതൊന്നും പറയാറില്ലേ? നിങ്ങളെ മോശപ്പെട്ട രീതിയിൽ ഒരാൾ സൂക്ഷിച്ച് ഇങ്ങനെ തുറിച്ചു നോക്കിയാൽ പോലും അത് പറയില്ലേ? ഇത് അതിന് മകളിലാണ്. പീഡനം എന്ന് പറയാൻ കഴിയില്ല, അതിനേക്കാൾ വലിയ സംഭവം നടന്നു എന്ന് പറയുന്നു. അതൊക്കെ ആ സമയം. ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ടും വല്ല പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളോട് അത് ചർച്ച ചെയ്യും, കൃത്യമായി പറയും, ഒരു സംശയവും വേണ്ട. അപ്പോഴാണ് ഒരാള് ചതിച്ച് റൂമിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. ഇത് ഒന്നാമത്തെ കാര്യ, ആദ്യ പീഡന. അത് ഭർത്താവിനോട് പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, അതാണ്. അപ്പൊ അവര് തമ്മിൽ തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ലെവലിലല്ല പോണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ എപ്പോഴാണ് നിവിൻപോളി ഇതിലേക്ക് വരുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ നമ്മുടെ പൈസ അവരയിൽ കിടക്കുവാണ്. അപ്പം നമ്മൾ അവരെ സ്വാഭാവികമായിട്ട് വിളിച്ചിട്ട് പൈസ എന്തെന്ന് ചോദിച്ചപ്പോൾ ഇവരെന്നോട് ആശ്വസിപ്പിച്ചു, ആരോടും പറയേണ്ട, പോട്ടെ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഇനി ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പൈസ തിരിച്ചു തരാം എന്നും പറഞ്ഞ് നമ്മളോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വേറെ റൂം മാറണം, ഇവർക്ക് അവരുടെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ റൂം ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അതെനിക്കറിയില്ല, ഞാൻ ഓണറിൻ്റെ നമ്പർ തരാമെന്നും പറഞ്ഞ് ഓണറിൻ്റെ നമ്പർ കൊടുക്കുകയും ഇവരാണ് റൂം എടുത്തതെന്ന് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ AK സുനിലിൻ്റെ ഗുണ്ടകളെ താമസിപ്പിക്കാൻ വേണ്ടി ശ്രേയ മുൻകൈ എടുത്ത് റൂം എടുക്കുകയായിരുന്നു. അപ്പൊ ശ്രേയ എന്ന് പറയുന്ന ആ വ്യക്തി ഭയങ്കര പ്ലാൻ ചെയ്തിട്ടില്ലേ? സംശയിക്കാനൊന്നുമില്ല. അവരാദ്യം ഇതേപോലെ നുണ പറഞ്ഞ AK സുനിലിന്റെ അടുത്ത് എത്തിക്കുന്നു. അവർ ലൈംഗികമായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ പീഡനം എന്നൊന്നും പറയാൻ കഴിയാതെ അതിന് വലുത് പറയണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
ആ ഒരു വിവരം ഈ ഒരു സ്ത്രീ ഇവരുടെ ഭർത്താവിനെ വിളിച്ച് അറിയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇവരോട് തന്നെ ശ്രേയ പറയുന്നു, പണം ഞാൻ തിരിച്ചു നൽകാം, നിങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള സംഭവം എനിക്ക് വളരെ സങ്കടമുണ്ട്, അത് കാര്യമാക്കണ്ട, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ സമാധാനപ്പെടുന്നു എന്നുള്ളതാ. ഓക്കെ. അത് കഴിഞ്ഞ് ഇവര് താമസിക്കുന്ന അതേ ബിൽഡിങ്ങില് ഒരു റൂം എടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. അതിനും ഇവര് തന്നെ ആ ഒരു ഓണറുടെ നമ്പറും കൊടുത്തു എന്നുള്ളതാ വിശേഷമായി. ശേഷം രണ്ടാമതൊരു അറ്റാക്ക് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതായത് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു. കാരണം എന്തോ നാട്ടിൽ കുറേ വൈഫ് ആത്മഹത്യ ശ്രമിച്ചപ്പോൾ പുള്ളിയുടെ പേര് ഇമേജൊക്കെ പോയി, പുള്ളി മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എന്തോ ഇമേജൊക്കെ പോയപ്പോൾ അവരോട് പറഞ്ഞ് ഇവർ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുമായിരുന്നു. ഓക്കെ. AK സുനിലിന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ വലിയ രീതിയിൽ ഇയാളുടെ ഇമേജിന് വലിയ രീതിയിൽ കോട്ടം പറ്റി. AK സുനിൽ എന്ന് പറയുന്ന വ്യക്തി നാണം കെട്ടു. അതിന്റെ ഭാഗമായിട്ട് കൊട്ടേഷൻ കൊടുത്തതാണ്. ഈ സ്ത്രീയെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. പീഡിപ്പിക്കണം, ശല്യം ചെയ്യണം, ബുദ്ധിമുട്ടിക്കണം, ഹരാസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാകാം. അങ്ങനെ കേസുമല്ല, പണ്ടാറം കൊട്ടേഷൻ കൊടുത്തു, തെറ്റിപ്പോയി. അപ്പൊ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്നു. ഇതൊരു ഗൗരവമുള്ള ഒരു കാര്യമാണ്. AK സുനിലിന്റെ പേര് 1-2 തവണ അല്ല പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ മുഴുവൻ അതേ കേൾക്കുള്ളൂ, നിങ്ങൾ കേട്ടു നോക്കുക. പിന്നീട് നിവിൻ പോളിനെ കാണുന്നതെന്നാ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഈ സുനിൽ ചേട്ടൻ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ആ ചേട്ടനാണ് ഇവർക്ക് ഫണ്ട് റോൾ ചെയ്യാൻ കൊടുക്കുന്നതും ഇവരെന്ത് പറഞ്ഞാലും ചെയ്യുന്നതും. പുള്ളിക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ബാക്കപ്പാണ്, അപ്പോൾ എന്ത് പറഞ്ഞാലും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ. ഈ പറയുന്ന AK സുനിലിനെ നിവിൻ പോളിക്ക് അറിയാം. നിവിൻ പോളി പറഞ്ഞിട്ടുണ്ട് ഇയാള് സിനിമക്ക് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുന്ന, ഫണ്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള ഒരു പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുവരെ ഈ പെൺകുട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനുശേഷം അവർക്ക് കിട്ടിയ ഒരു കാര്യമാണോ ഇത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വാക്കുകൾ പലപ്പോഴായി തെറ്റുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിവിൻ പോളി പറഞ്ഞതിന് ശേഷം ഇവർ പറയുന്നത് കൊണ്ട് അതിനൊരു സ്വീകാര്യത നഷ്ടപ്പെടും. അതായത് ആ പെൺകുട്ടി അത് കേട്ട് പറഞ്ഞതാ എന്നുള്ള സാധനം വരും. അതുകൊണ്ട് അതൊന്നും അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഇനി ഇവര് പോലീസിൽ പരാതിപ്പെട്ടതിന്റെ ഭാഗമായി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരും കൊടുത്തിട്ടുണ്ട്. ഇന്ന ദിവസങ്ങളിൽ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ആദ്യം പാസ്പോർട്ടിലുള്ള ആ ഒരു വിവരങ്ങൾ അനുസരിച്ച് നോക്കണം. അത് കഴിഞ്ഞ് പോലീസിന് അറിയാമല്ലോ നെക്സ്റ്റ് സ്റ്റേജ് എന്താ വേണ്ടെന്നുള്ളത്. ദുബായിലുള്ള ബിൽഡിങ്ങുകളിലെല്ലാം CCTV ക്യാമറകൾ ഉണ്ടാവും, പാർക്കിങ്ങിൽ ഉണ്ടാവും, അത് കയറി വരുന്ന സ്റ്റെപ്പിൽ ഉണ്ടാവും, റൂമിനകത്ത് മാത്രമേ ഉണ്ടാവാതിരിക്കുള്ളൂ, വരാന്തകളിൽ ഉണ്ടാവും. അങ്ങനെ CCTV ക്യാമറകൾ ഇല്ലാത്ത വല്ല ഗൾഫിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് എന്റെ ഒരു അറിവിലില്ല. ഞാൻ ഖത്തറിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അവിടെ എല്ലാ ഇടങ്ങളിലും അത് വെക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. അതെനിക്കറിയാം. എന്തായാലും അത് അവർ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതായത് എന്റെ തൊട്ട് റൂമിനോട് ചേർന്ന് അടുത്ത റൂമിൽ തന്നെയാണ് ഇവർ. അപ്പൊ ഇവര് അപ്പുറത്ത് പോവുകയും ഇപ്പുറത്ത് വരികയും ചെയ്യുന്നുണ്ട്. അതായത് റൂം ലോക്ക് ചെയ്ത് ചാവി അവരുടെ കയ്യിലെന്നല്ല, തൊട്ടടുത്താണ്. അപ്പൊ ആ റൂമിൽ ഒരാൾ എപ്പോഴും കാണും, ബാക്കി 2 പേര് അപ്പുറത്തായിരിക്കും. പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും പോവുകയും ചെയ്യുന്നു. അല്ല റൂം ലോക്ക് ചെയ്ത് ചാവി പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. അവിടെ എപ്പോഴും നമുക്ക് സെക്യൂരിറ്റി എന്ന പോലെ ഒരാൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ. അടോ അങ്ങനെയൊക്കെ ഉണ്ടായി. ആദ്യം പീഡിപ്പിച്ച ഒരാൾ തൊട്ടടുത്ത് റൂം എടുക്കുന്നു, ആ റൂമിൽ ഇതേപോലെ സെക്യൂരിറ്റി എന്നോണം ആള് നിൽക്കുന്നു. ആ സമയത്ത് ഒന്നും ഭർത്താവിനെ വിളിച്ച് ഇത് അറിയിക്കാൻ തോന്നിയില്ല. എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു, അത് കഴിഞ്ഞ് ഇങ്ങനെ സംഭവം. ഇതൊക്കെ ഒരു സംശയദൃഷ്ടിയിൽ ഇപ്പൊ പറയുമ്പോ അന്നും ഇതേ സംശയദൃഷ്ടി വേണം. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കണം എന്നുള്ളതാ. അന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയ ഒരാള്, പീഡനത്തിന് വേറെ വാക്കുകളില്ല എന്ന് പറഞ്ഞ അതേ മനുഷ്യനാണ് തൊട്ടടുത്ത് റൂം നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. നിവിൻ പോളിനെ എന്നാ കാണുന്നത്? പുള്ളി എങ്ങനെയാ പരിചയപ്പെട്ടത് വന്നിട്ട്? അത് ഈ പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ കൊട്ടേഷൻ എന്നുള്ള രീതിക്കാണ് നമ്മളോട് പറഞ്ഞത്. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല, അത് ഞാൻ പിന്നീട് പറയാനായിരിക്കും. അങ്ങനെ നിവിൻ പോളിയും ഉപദ്രവിക്കുന്നുണ്ടോ? അതെ, നിവിൻ പോളിയും ഈ ബാക്കിയുള്ള ഈ പറഞ്ഞ 5 പേരും നമ്മളെ പീഡിപ്പിക്കുകയോ ചെയ്യുകയുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, നിവിൻ പോളി എത്ര ആർജവത്തോട് കൂടിയിട്ടാണോ പറഞ്ഞത് എനിക്കവരെ അറിയില്ല എന്നും ഞാൻ ആ ദിവസങ്ങളിൽ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യവും അതേ ആർജവത്തോടു കൂടി ഇവർ പറയുന്ന വാക്കെന്താ, നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു, എന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന വാക്കിന് ദൃഢതയുണ്ടേ. അപ്പൊ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടേ, ഡാറ്റാസ് അവിടെ കൊടുത്തിട്ടുണ്ടേ, സ്വാഭാവികമായിട്ടും നമ്മൾ കൺഫ്യൂഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. നിവിൻ പോളിയുടെ ഒരു ഡേറ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ അയാള് നിരപരാധിയാണ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അതെന്തുകൊണ്ടാ? ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വായിൽ നിന്ന് വീണ ആ ഒരു ഡേറ്റുകളിൽ നിവിൻ പോളി നാട്ടിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ നമുക്ക്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ പോയ ഡേറ്റ്, മുന്നേ പോയതും പിന്നെ പോയതൊന്നും ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഇര എന്ന് പറയുന്ന സ്ത്രീയെ ചവിട്ടി താഴ്ത്താനൊന്നും പറ്റില്ല. കാരണം അതാണ് ഇര എന്ന് തന്നെ പറഞ്ഞു. പല ആളുകളുടെ പേര് പറഞ്ഞുകൂടെ, ഇവരുടെ ഫോട്ടോ കാണിച്ചൂടെ, ഇവരുടെ മുഖം കാണിച്ചൂടെ എന്നൊക്കെ പറയുന്നത്. അത് നമ്മളെ മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യമല്ലേ. നമ്മൾ ഈ ഒരു ഇന്ത്യൻ പൗരനാണ്,
ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ട മനുഷ്യനാണ്. നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെട്ട നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്താന്നേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിയമത്തിന്റെ മുന്നിൽ ഇവര് ഇരയാണ് എന്ന് രേഖപ്പെടുത്തി ഒരു FIR അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രക്ഷയില്ല. പിന്നെ അത് മാറ്റാൻ പറ്റില്ല, വിധി വരണം. അപ്പൊ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇന്ന് എന്തായാലും ഇനി അറിയില്ല, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാന്നുള്ളതാ. ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. വണ്ടി ഇടിപ്പിച്ച് കൊല്ലും, ഇവർക്ക് കൊട്ടേഷൻ സംഘമുണ്ട്, ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, പാമ്പിനെ കയറ്റി വിട്ട് കൊല്ലിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ ഓരോന്നും ചെയ്തത്. ഇവർക്ക് പല ബിസിനസ്സുകളും അവിടെയുണ്ട്. അതിനകത്ത് പെൺകുട്ടികളെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം അവിടെ. അതിനാണ് ഇവർ നമ്മളെ പലതും പറഞ്ഞ്, അതായത് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പലതും പറഞ്ഞ് നമ്മളെ ഉപദ്രവിച്ചാണ് അവിടെ നിർത്തിയത്. ഇതില് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക അതൊക്കെ എനിക്ക് തമാശയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ വീണ്ടും വരെ വീഡിയോ ഒന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റ് മാറുന്നില്ല. ഇവരുടെ ഡേറ്റ് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ, സ്റ്റേറ്റ്മെന്റ് മാറിയിട്ടില്ല. സംസാരിച്ച് ശീലം വന്നപ്പോ അതിന് ദൃഢത വന്നു, കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ തെളിവുകൾ അഭാവത്തിൽ നുണകൾ പറയാൻ പറ്റില്ല. തെളിവുകൾ വേണം, അല്ല എന്ത് പറയുമ്പോൾ ഒരു തെളിവുകൾ വേണം, അത് ഉണ്ടാവും, ഇല്ലാതെ നമുക്ക് പറയില്ല അങ്ങനെ. അപ്പൊ AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ സ്ത്രീകളുടെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഈ ശ്രേയ എന്ന് പറയുന്നത് ഇവരെയും കൂട്ടിയിട്ടാവും ചിലപ്പോൾ ആളുകളെ സെറ്റ് ചെയ്യുന്നുണ്ടാവുക, അതിന് ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോ നിവിൻ പോളിയുടെ ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. നിവിൻ പോളിക്ക് ഫാൻസ് ഒക്കെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. നിവിൻ പോളിയുടെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്, എനിക്ക് കുറച്ച് സിനിമകൾ ഇഷ്ടപ്പെട്ടുള്ളൂ. എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നോ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നോ നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോ അദ്ദേഹത്തിന്റെ ഫാൻസ് വരെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ എനിക്ക് ഫാൻസ് ഉണ്ട് എന്നുള്ള അഹങ്കാരം പറഞ്ഞു എന്ന് പറയുന്നു. നിവിൻ പോളിക്ക് അങ്ങനെ ഫാൻസ് ഉണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ആരുടെയും ഗുണ്ടയാകാനൊന്നും നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു ലൈഫ് ഉള്ളൂ, ആ ഒരു ലൈഫ് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുക. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തത് കൊണ്ട് നിവിൻ പോളിയുടെ PR വർക്കാണ് ഞാനെന്ന് ഇവരുടെ ഭർത്താവ് പറഞ്ഞത് ഞാൻ കണ്ടു. ഞാൻ ആരുടെയും PR വർക്കല്ല. എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി നോക്കിയാൽ കാണാം, എനിക്ക് എന്റേതായ ഒരു ഒരു കാഴ്ചപ്പാടുണ്ട്, അതിലൂടെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇവർ പറഞ്ഞതൊന്ന് കേൾക്കാം. ഈ AK സുനിലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഉപദ്രവിപ്പിച്ച് 2 ദിവസം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവർ ഉപദ്രവിക്കുകയാണ്. അപ്പൊ അതായത് വീട്ടിൽ ക്യാമറ വെച്ചിട്ട് ഇവരുടെ ലൈഫിന് ഒരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറയേണ്ടത് നമുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡിനൊക്കെ മനസ്സിലായി പുള്ളിക്ക് അങ്ങനെ ഒന്നും ട്രാപ്പാന്ന് മനസ്സിലാവുന്നില്ല. കാരണം കോളുകളൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഹലോ എന്നാണ്ട് പെട്ടെന്ന് അങ്ങനെ വെക്കും. കാരണം ഇവർ നിൽക്കുക, നിരന്ന് ഇവർ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സംശയം തോന്നിയ ഒരൊറ്റ ഭാഗം ഇതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ കാമുകി, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത് നിൽക്കുന്ന ഒരാള്, നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരാള്, അയാളുടെ സംസാരത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നാൽ നമുക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ വിവാഹം കഴിഞ്ഞത് 2014 ഇപ്പൊ ഏകദേശം 10 വർഷമായി. ഈ ഒരു സംഭവം 2021, 9 വർഷത്തോളമായിട്ട് സ്വന്തം ഭാര്യയുടെ ശബ്ദം മാറുമ്പോ, അവരുടെ മൂഡ് മാറുമ്പോൾ അറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ പോകുന്നതെന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ നമ്മുടെ കാമുകി എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഒരു വോയിസ് ചേഞ്ച് വന്ന അപ്പൊ കണ്ടെത്തി, അപ്പൊ പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ കൃത്യമായി ചോദിക്കുക. എന്തെങ്കിലും വിഷമമുണ്ടോ, സന്തോഷം ഉണ്ടെങ്കിൽ സന്തോഷം വിഷമം നമ്മൾ എപ്പോഴും തുറന്നു പറയും. എന്നാലും ചിലപ്പോൾ ചില വിഷമങ്ങൾ നമ്മൾ അവരെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ വല്ല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആവും, അത് പറയാതിരിക്കുമ്പോൾ തന്നെ അത് കണ്ടെത്തും. അതാണ് ശരിക്ക് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയില്ല, സോൾമേറ്റ് എന്നൊക്കെ പറയില്ലേ അത്. പക്ഷെ ഇവര് ഈ റൂമിൽ നിന്നും ഇവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, ലഹരി കൊടുത്തുകൊണ്ടിരിക്കുക. അവരുടെ ഇടയിൽ നിന്ന് ഫോൺ കോൾ ചെയ്തപ്പോ ഞാൻ പെട്ടെന്ന് അതൊന്നും പറഞ്ഞ് കട്ട് ചെയ്തു എന്ന് പറയുമ്പോഴാണ് 2 കാര്യമാണ് എനിക്കിതിൽ ഡൈജസ്റ്റ് ആവാഞ്ഞത്. ആദ്യം പീഡനം പറയുന്നില്ല, അത് കഴിഞ്ഞ് അതേ ആളുകൾ ഇതേ റൂമിന്റെ അടുത്ത് വന്ന് അവരുടെ അതായത് ഇവർക്ക് കാവൽ നിൽക്കുന്നത് പോലെ നിന്നപ്പോഴും പേടി ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ കോൾ വരുമ്പോഴും ഭർത്താവിന് ഒരു സൂചന പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അടിപൊളി. ഈ ഫ്ലാറ്റിലപ്പോ വേറെ മലയാളികളായിട്ടുള്ള, അതായത് നിവിൻ പോളിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പാകത്തിന് അങ്ങനെയുള്ള മലയാളികൾ ആരെങ്കിലും? ഫ്ലാറ്റിൽ മലയാളികൾ ആരുമില്ലായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നാണ് ഇവർ വന്നത്. അവിടെ മൊത്തം ഫിലിപ്പീൻസ് ആണ്. മൊത്തം ഫിലിപ്പീൻസ് മാത്രമല്ല, അവിടെ മലയാളികൾ ആരുമില്ല. നിവിൻ പോളിയെ കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തിന്റെ ഇതാണെന്ന് നമുക്കറിയില്ല, ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അവിടെ മലയാളികൾ ഉണ്ടായിരുന്നോ, ഇനി ഇല്ലയോ, ഇനി ഇത് നുണയാണോ, അത് സത്യമാണോ, ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഗൾഫിലാണ്. CCTV ക്യാമറയുടെ കാര്യം എന്നോട് പേഴ്സണലായിട്ട് UAE താമസിക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ കാര്യം ഇതാണ്. അവിടെ CCTV ക്യാമറ എന്തായാലും എൻട്രൻസിലെങ്കിലും വെക്കാണ്ടിരിക്കില്ല, അതായത് വരാന്തയിലെങ്കിലും വെക്കാതിരിക്കില്ല.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അത്ര സുരക്ഷ ഉള്ള ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെന്നെ ആദ്യമായി പീഡിപ്പിച്ച ദിവസം, ആദ്യം വളരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഗൾഫ് പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു അതിക്രമം ഒന്ന് കംപ്ലൈന്റ് ചെയ്ത് അപ്പൊ തന്നെ പൊക്കുമായിരുന്നു. അവിടെ കംപ്ലൈന്റും ചെയ്യാൻ പോയിട്ടില്ല, ഭർത്താവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടില്ല. ഈ രണ്ട് കാര്യം അടിപൊളി പരിപാടിയായിപ്പോ എന്തായാലും. അന്ന് സംഭവം ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ടിക്കറ്റ് എടുത്തത് വരെ മാറിപ്പോയി. ഞാൻ ഒരു ദിവസം എയർപോർട്ടിൽ കഴിച്ചു കൂട്ടി. അതായത് ടിക്കറ്റ് പുള്ളി എടുത്തു തന്നത് ദുബായ് ടു കൊച്ചിയാണ്. കൊച്ചി ടു ദുബായ് എടുത്ത് തരുന്നത് തിരിച്ചും പോയി. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പുള്ളി അപ്പം തന്നെ നോക്കി വേറെ ടിക്കറ്റ് എടുത്തു തന്ന് അതിനും റെക്കോർഡുണ്ട്. ഞാൻ അവിടെ എയർപോർട്ടിൽ ഇരുന്നാണ് നേരം വെളുപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ തിരിച്ച് കയറി വന്നത്. ഓക്കെ, ആ ഒരു ഡേറ്റ് അവർ പറയുന്നില്ല. എന്നാലും അതൊരു ദിവസം അവർ നാട്ടിലേക്ക് വന്ന ദിവസം ഇവരെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസിനെ വിളിച്ച് ഭർത്താവ് വിളിച്ച് പറയുന്നു അവൾക്ക് വയ്യ, അവളെ ഒന്ന് എയർപോർട്ടിലേക്ക് കയറ്റി വിടൂ എന്ന് പറയുന്നുണ്ട്. അയാൾ നേരെ ഇവരുടെ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നു. ആ സമയത്ത് നിവിൻ പോളി അടക്കമുള്ള ആളുകൾ മുറിയുടെ അകത്ത് ഒളിച്ചു നിന്നിരുന്നു. അതുകൊണ്ട് ഇയാൾ പോലും കണ്ടില്ല. നേരെ എയർപോർട്ടിലേക്ക് വരുന്നു. എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഭർത്താവ് എടുത്ത ടിക്കറ്റിന്റെ ഡെസ്റ്റിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. വീണ്ടും അത് ഒരു ദിവസം കാത്തിരുന്ന അടുത്ത ദിവസമാണ് അവിടുന്ന് പോരുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശ്വാസം മുട്ടലുള്ള ഒരാള്, ശാരീരികമായിട്ട് പീഡനമേറ്റ ഒരാള്, ലഹരി പദാർത്ഥങ്ങളും അനപൂർവം നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചതും കഴിപ്പിച്ചിട്ടും അതിന്റെ ഹാങ് ഓവർ ഉള്ള ഒരാള് ഒരു എയർപോർട്ടിൽ ഒരു ദിവസം ഫുള്ളായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ, ആർക്കും ഒരു സംശയവും ഇല്ലാതെ, അവിടെ എപ്പോഴും പോലീസുകാർ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നതാ. എന്തെങ്കിലും ഒരു സംഭവം തോന്നി അപ്പോ വന്ന് ചോദിക്കും, പതാക ചോദിക്കും, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായി നാട്ടിലെത്തിയിട്ടും ഭർത്താവിന് യാതൊരു സംശയം ഉണ്ടായില്ല. തന്റെ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ഈ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭർത്താവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളേ. ഇപ്പൊ ആദ്യം കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് ഈ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു, എന്തിനാണ് കംപ്ലൈന്റ് കൊടുത്തത്, കംപ്ലൈന്റ് പിൻവലിക്കണം, നമുക്കൊരു കോംപ്രമൈസ് ടോക്ക് ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കോൾ വന്നിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. അത് ദുബായിൽ നിന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം അവർ യാതൊരു തരത്തിലും കോൺടാക്ട്? ദുബായിൽ നിന്ന് വന്ന ഈ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് തിരിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നിരുന്നു. വാട്സപ്പിൽ AK സുനിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത്ര, തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒന്നുകൂടി എളുപ്പമായില്ലേ? അയാള് വീണ്ടും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചു എന്നുള്ള ആ ഒരു സാധനം കിട്ടാൻ വലിയ പ്രയാസമുണ്ടോ? കാരണം ഇവരെ നാട്ടിലെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു എന്നാ പറയുന്നത്. ഇവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോന്നും അറിയില്ല. കാരണം എപ്പോ വേണമെങ്കിലും ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയും. പക്ഷെ ഡിലീറ്റ് ചെയ്ത ഡേറ്റ് അവിടെ കിടക്കും എന്നുള്ളത് കൊണ്ട് അയാൾ പറഞ്ഞ സാധനം ഡിലീറ്റ് ചെയ്താലും കുടുങ്ങിപ്പോകും. അപ്പൊ AK സുനിലിന്റെ അടുത്ത് ശക്തമായിട്ട് തെളിവുകളുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്നാൽ AK സുനിലിനെ പോലീസ് ചോദ്യം ചെയ്യുകയോ AK സുനിലിനെ കുറിച്ചിട്ട് ഒരു ഫോട്ടോ പോലും പത്രങ്ങളോ ന്യൂസ് ചാനലുകളോ കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, എനിക്ക് ആ കുട്ടിയെ പരിചയമില്ല, ഇത് എന്തോ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ്, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരാൾ അറിയില്ല, എന്ത് തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കും ഞാൻ റെഡിയാണെന്ന തരത്തിൽ വളരെ കോൺഫിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. എന്താ ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എന്താ? കാരണം ഞാൻ കൊടുത്ത പരാതിയിൽ 6ാമത്തെ പ്രതിയാണ് നിവിൻ പോളി. ഞാൻ ഫസ്റ്റ്, അതായത് ശ്രേയ എന്ന് പറയുന്ന പെൺകൊച്ചിനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ AK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, പുള്ളി ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നിവിൻ പോളി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ പുള്ളി പറയുന്ന പോലെ തന്നെ എവിടെ വരെ ഏതറ്റം വരെയും എന്ത് ശാസ്ത്രീയപരമായ തെളിവിനും ഞാനും തയ്യാറാണ്. പക്ഷേ ഈ AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിനെ എന്തുകൊണ്ട് മറച്ചു വെച്ചേക്കണു എന്നാണ് എന്റെ ചോദ്യം. അത് നല്ല ചോദ്യം തന്നെയാണ്. അതല്ല ഇപ്പൊ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഇയാളെ മറച്ചു വെച്ചു എന്നുള്ളത്. നുണ പരിശോധന നടത്തുക, അതില് ഈ സ്ത്രീ എന്ത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്കും ഞാൻ വിധേയമാകാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതേ സ്റ്റാൻഡ് നിവിൻ പോളിയെയും എടുത്താല് സംഭവം എളുപ്പമായില്ലേ? ആ സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതറിയാം, എല്ലാവർക്കും അറിയാം. അത് ഹെൽത്തി കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നുണ പരിശോധനക്ക് തയ്യാറായാൽ ഈ ഒരു കാര്യത്തിന്റെ ഒരു തീരുമാനം ആവില്ലേ? ആവും. ഇവരത് തയ്യാറാണെന്ന് പറഞ്ഞു പോകും. ഇപ്പൊ പൊന്നാനിയിലെ ഒരു കേസ്, ഒരു സ്ത്രീയെ പീഡിപ്പിച്ച പോലീസുകാർക്കെതിരെ പരാതി കൊടുത്തപ്പോ ആ ഇരയാക്കപ്പെട്ട സ്ത്രീയെ പോലും അവര് കളിയാക്കുന്ന രീതിയിലാണ് അവര് വാർത്തയിലൊക്കെ ബൈറ്റ് കൊടുത്തത്. അപ്പൊ അവര് നുണ പരിശോധനക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ആരും മിണ്ടുന്നില്ല. നുണ പരിശോധനക്ക് തയ്യാറായി കഴിഞ്ഞാൽ പരിപാടി എളുപ്പമായില്ലേ? ബാക്കിയുള്ള തെളിവുകളൊക്കെ പിന്നെയല്ലേ, നമ്മളെ തലയുടെ ഉള്ളിൽ കയറി കിടക്കുന്ന സാധനമല്ലേ. ഈ നുണ പരിശോധന നടത്തുന്ന ഏറ്റവും നല്ലതാണെന്ന് എനിക്കും തോന്നി ഈ ഒരു വിഷയത്തിൽ. നിവിൻ പോളി ഇപ്പൊ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ തന്നെ പറഞ്ഞാണ്, പലരും വിചാരിച്ചു ഇതൊരു ഹണി ട്രാപ്പാണ്, അത് ക്യാഷിന് വേണ്ടിയിട്ട് ഹസ്ബൻഡും വൈഫും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? അങ്ങനെ പറഞ്ഞ് കേസ് കൊടുത്താൽ തന്നെ എന്തായാലും ഒരു അന്വേഷണം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഒരു സിനിമയുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ, ഏതെങ്കിലും ഒരു ഫേമസ് ആയ ഒരാളെ ആ ഒരു അലിഗേഷൻ പറഞ്ഞ് അത് പോലീസുകാരുടെ ശ്രദ്ധ വരുക്കും, ജനങ്ങളുടെ ശ്രദ്ധ വരുന്നു, മീഡിയാസ് ഏറ്റെടുക്കുന്നു. ആ ഒരു ശരിയായ രീതിയിൽ പിന്നീട് അന്വേഷണങ്ങൾ തുടങ്ങുന്നു. അന്വേഷണങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെടുന്നു. അതിനു വേണ്ടി ചെയ്ത ഒരു കളിയായിട്ട് ചില സ്ഥലങ്ങളിൽ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നും എന്തായാലും അന്വേഷിക്കുമല്ലോ, അന്വേഷിച്ച ശരിക്ക് ആ നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത്. ആ ഒരു വാക്കുകളാണ് എനിക്ക് ഒരു ഇത് തോന്നിയത്. കാരണം നീ അങ്ങനെ അതിനുവേണ്ടി ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, ഒരു സാധ്യതയുണ്ട് അല്ലെ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് ഈ ഒരു കേസിന് വേണ്ടി 500 ഒരു എമൗണ്ട് പറഞ്ഞു. അത്ര എമൗണ്ട് പുള്ളി മുടക്കി ഈ കേസിൽ നൂരി പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. ആഹാ, 500 കോടിയാണ്, 500 എന്നാണ് പറഞ്ഞത്. 500 കോടിയാണ് 500 ലക്ഷമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അത്രയും രൂപ ഇറക്കിയിട്ടാണെങ്കിൽ പോലും ഈ കേസ് ഞാൻ ഒതുക്കി തീർക്കാൻ എനിക്ക് പിടിപാടുണ്ട്, എനിക്ക് രാഷ്ട്രീയ പിടിപാടുണ്ട്, പൈസ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അവരത് കേട്ടു എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രൊഡ്യൂസറെ ഒന്ന് കാണണമല്ലോ അല്ലേ. കാരണം വാർത്തകൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും മിണ്ടാത്തത് എന്താ? എന്തെങ്കിലും ഇനി ചാനലുകൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആള് കോടീശ്വരനാണെന്നൊക്കെ അല്ലേ പറയുന്നത്. ഇത് അന്വേഷിക്കണം. എനിക്ക് തോന്നുന്നത് ഇവർ ഈ ഒരു കേസിൽ ഇനി കൃത്യമായി അന്വേഷിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ്. നിവിൻ പോളി അവിടുന്ന് ഊരിപ്പോവുകയാണെങ്കിൽ പോലും ബാക്കിയുള്ള ആളുകളെ കുറിച്ചെങ്കിലും അന്വേഷിക്കേണ്ട നിർബന്ധം. കാരണം 6ാം പ്രതി മാത്രമേ ഉള്ളൂ ഇപ്പൊ സ്ക്രീനിൽ, ബാക്കി പ്രതികളൊന്നും ഒരാളും കണ്ടിട്ടില്ല. ശ്രേയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നു, അവരെ കുറിച്ചിട്ട് ഒരു വിവരമില്ല. പിന്നെ 2 ആൾക്കാരുണ്ട് വേറെ, അവരുടെ പേര് പോലും കുട്ടൻ ബഷീർ അങ്ങനെ എന്തൊക്കെയാ പറയുന്നു, അവരൊന്നും ഫോട്ടോ പോലും ഇല്ല, അന്വേഷിച്ചിട്ട് പോലും കിട്ടുന്നില്ല. ഈ ന്യൂസ് ചാനലൊക്കെ എന്തിനാണ് ഈ ഒരു സിനിമയുടെ ആളുകളുടെ പിന്നിൽ മാത്രം നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ായിട്ടുള്ള ഒരു നടൻ എന്നൊരു ഇമേജ് ആണ് അവർക്കുള്ളത്. അപ്പൊ ഈ ഒരു ആരോപണം അവര് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അപ്പൊ പല നടന്മാരുടെ പേരും ഇതുപോലെ തന്നെ ജെനുവിൻ ആയിട്ട് നിന്ന നടന്മാരാണ് ഇപ്പം ആരോപണമായിട്ട് വന്നേക്കുന്നത്. ആ ഒരു കൂട്ടത്തിൽ കൂട്ടിയാൽ പോലെ നിവിൻ പോളിനെ, അതായത് സിനിമാ ഫീൽഡിലുള്ള പ്രമുഖമായ പലരും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് നിവിൻ പോളിനെയും കാണണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഓക്കെ, ആ വാക്കുകളിൽ നിവിൻ പോളി അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്നാണോ എന്നാണോ ആവോ ഡേറ്റ് പറഞ്ഞതിൽ മിസ്റ്റേക്ക് പറ്റി, ആ മിസ്റ്റേക്ക് പറ്റിയ ഡേറ്റും വെച്ച് നമ്മൾ തോണ്ടിയെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നിവിൻ പോളി ആ ഡേറ്റിലാണ് പരാതി കൊടുത്തത് എങ്കിൽ ഞാൻ അന്ന് നാട്ടിലുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ ഈ സ്ത്രീയെ അറിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏത് ദിവസമാണ് നിവിൻ പോളി ഗൾഫിൽ ഉണ്ടായിരുന്നത് എന്ന് അറിയണമെങ്കിൽ അദ്ദേഹം അവിടെ പോയ ഏതെങ്കിലും പ്രോഗ്രാംസിനെ കുറിച്ച് അറിയേണ്ടി വരും. നമ്മൾക്ക് കണ്ടെത്തണമെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പിന്നെ FIR കോപ്പി ഒന്നും നമുക്ക് കിട്ടില്ല, അതൊക്കെ സമയം എടുത്തേ കിട്ടുള്ളൂ. അതൊക്കെ കിട്ടുമ്പോഴേക്കൊക്കെ സമയം കുറെ കഴിയും. ഇത് പെട്ടെന്നൊരു തീരുമാനമാകും, ഒരു തീർപ്പാകും എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത ഇപ്പൊ ചാനലുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ അവര് യഥാർത്ഥ പ്രതികളെ കൂടി കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവർക്ക് അതായത് ഫാൻസ് കൂടുതലുണ്ടെന്ന് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഈ ഫാൻസുകാരെ കൊണ്ട് നമ്മളെ താഴ്ത്തിക്കളയുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണുന്നു. കാരണം ഇങ്ങനെ നമ്മളെ താഴ്ത്തിക്കളയും, നമുക്ക് മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകും. ഫാൻസിനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫാൻസ് എന്ന് പറഞ്ഞ ആളുകളെ ഞാൻ എവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഫാൻസ് ഇയാൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു, PR ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാൻ ചെയ്ത വീഡിയോസിൽ കൂടുതൽ ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം അവരിടുന്ന കമന്റുകളിലും എന്റേതായിട്ടുള്ള സംശയങ്ങൾ രേഖപ്പെടുത്തുന്ന ഞാൻ പല കമന്റുകളും കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയും നിവിൻ പോളി തെറ്റുകാരനല്ലെങ്കിൽ ഈ സ്ത്രീയെ ശിക്ഷിക്കുകയും വേണമെന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. നിവിൻ പോളി ഇനി തെറ്റുകാരനാണെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് എന്റെ ചാനലിൽ കണ്ട വീഡിയോസ് കണ്ടതിൽ ആളുകളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്കും വേണ്ടത്. ഇവിടെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ സംരക്ഷിക്കേണ്ടത് ഇരയാക്കപ്പെട്ട ആളുകളെ തന്നെയാണ്. നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങി കൊടുക്കുക തന്നെ വേണം. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനീ പേര് പറഞ്ഞു, അതിനുള്ള ശിക്ഷ ഇവർക്കും കിട്ടണ്ടേ. പക്ഷെ പ്രധാനമായിട്ട് ഇവർ ഉന്നയിക്കുന്ന ഒരു പേരാണ് ഈ സുനിലിനെ എന്തുകൊണ്ട് ചാനലുകൾ ഒന്നും മിണ്ടുന്നില്ല, എന്തുകൊണ്ട് നിവിൻ പോളിയുടെ പേരും വെച്ചിട്ട് ഇതിങ്ങനെ തട്ടിക്കളിക്കുന്നു, അതിനൊരു തീർപ്പുണ്ടാക്കണ്ടേ. അതൊക്കെ അല്ലേ നമ്മളൊരു ആൾക്ക് വേണ്ടി സംസാരിക്കുമ്പോ അതിനൊരു ജെനുവിനിറ്റി വേണ്ടേ. ഇതിപ്പോ FIR ഇട്ട കേസല്ലേ, FIR ഇട്ട കേസിൽ കൃത്യമായി അന്വേഷണങ്ങൾ പോകണ്ടേ. അന്വേഷണങ്ങളിൽ പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ന്യൂസിലെ കിട്ടുന്ന ബൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂസ് ചാനൽസ് പറയുന്നത് റിയാക്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മുടേതായ രീതിയിലുള്ള ഓരോ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളാണ്. പലപ്പോഴും അത് ശരിയാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇവരുടെ ഒരു വാർത്ത വന്നപ്പോൾ എല്ലാവരും അതിലേക്ക് പോകുന്നു. ബാക്കിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചു.
ഇപ്പൊ മുകേഷിന്റെ വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള ടെസ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇത് മാത്രം മതി, ഇതിലൂടെ മാത്രം പോകുന്നു. അതേപോലെ പോലീസ് രീതി ഇതിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും അന്വേഷിക്കുന്നില്ല, ആരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിവിൻ പോളിയുടെ പേര് മാത്രം പൊക്കി വെച്ചുകൊണ്ട് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വിഷയം പരമാവധി ആളുകളിലേക്ക് ഒന്ന് ജസ്റ്റ് കാണുന്ന ആളുകൾ ഷെയർ ചെയ്യണം. കാരണം AK സുനിലിന്റെ പേര് ഇങ്ങനെ ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഗൾഫിലുണ്ടായിരുന്ന ദിവസവും അയാൾ അന്ന് എവിടെയായിരുന്നു എന്ന ദിവസവും ഒന്നും ആരും എന്താ ചർച്ച ചെയ്യാത്തത്? നിവിൻ പോളിക്ക് മാത്രം മതിയോ അത്? അയാളെയും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ അയാള് വെളിച്ചത്തിൽ വരണം, അയാളെ കുറിച്ച് അന്വേഷിക്കണം, ജാമ്യം കൊടുക്കരുത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്റെ അതേ നിലപാട് എടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.